നല്ലൊരു ബീഫ് കറി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടിപൊളി ഒരു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ബീഫ് റെസിപ്പിയാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ലൈറ്റായിട്ട് 10-15 സെക്കൻഡ് ഒന്ന് നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനൊരു 15-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവോളയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ഇച്ചിരി എണ്ണ വേണം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയും കൂടി ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് പിന്നെ പച്ചമണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഹാർഡ്ലി ഒന്ന് വഴറ്റുമ്പോൾ തന്നെ പച്ചമണം എല്ലാം മാറും. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനൊരു ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് വെളിച്ചെണ്ണ എടുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇത് നന്നായി ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി ഒരു 2 മീഡിയം സൈസുള്ള ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നോളും. അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ബീഫെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കുക്കർ 2-3 വിസിൽ വരെ നമ്മൾ അടിക്കുക. അപ്പോൾ ആ സമയത്ത് തക്കാളിയെല്ലാം ഉടഞ്ഞ് അതിൻ്റെ പരുവത്തിൽ വന്നോളും. ഇനി നമുക്കിതൊന്ന് തക്കാളി ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് നമുക്കൊന്ന് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം തക്കാളി എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ 1/2 കിലോ ബീഫും കൂടി ഇട്ട് ഒന്ന് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 കിലോ ബീഫാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇതിലേക്ക് ഓൾറെഡി ബീഫിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ആവശ്യത്തിനൊരു 1/2 കപ്പ് 3/4 കപ്പ് വെള്ളം കൂടി നമ്മളിതിൽ ചേർക്കണം. ഒരു ഇളം ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുവാണ്. എന്നതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉപ്പും ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ നമുക്ക് അടച്ച് ഒരു 3 വിസിൽ 4 വിസിൽ, അതായത് ബീഫിൻ്റെ ഒരു വേവ് പല സ്ഥലങ്ങളിലും ബീഫിൻ്റെ ബേസ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കി ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. പാകത്തിന് ഉപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലും കൂടി ചേർക്കണം.
ഒരു 3-4 സ്പ്രിഗ് കറിവേപ്പിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനെ കുക്കർ അടച്ചൊരു 3 to 4 വിസിൽ വരെ നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. നമ്മളിതിനെ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3-4 വിസിൽ വരെ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബീഫെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് ഇതിലുള്ള ഇച്ചിരി വെള്ളം കൂടി ഒന്ന് വറ്റുന്നത് വരെ ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതിനെ വേവിച്ചെടുക്കാം. കുറച്ചും കൂടി തിക്കായുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് ഇതിൽ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി കുറച്ചും കൂടി കുറുക്കാനുണ്ട്. നമുക്കിതിനൊരു കാര്യം കൂടി ചെയ്തതിന് ശേഷം നമുക്കിതിനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുറുകി വന്ന് എത്രയും കുറുകിയതിന് ശേഷം നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത്, ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ കുറച്ച് തേങ്ങ അതിലേക്കിടാം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതിൽ കളർ മാറുന്നവരെ നമുക്കിതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം ഏകദേശം ഒന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പില കൂടി ചേർക്കാം. ഈ കരിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം. കരിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നേരത്തെ ഞാൻ വെച്ചിരുന്ന ബീഫ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ബീഫെല്ലാം കുറുകി വന്ന് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയൊരു ബീഫ് റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ റെസിപ്പികൾക്കായിട്ട് ഇനി അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ.